ഗൈസ്, ഫോണുകൾക്ക് വില കൂടുന്നുണ്ടെങ്കിലും 50,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ മേടിക്കാൻ പറ്റുന്ന 2 ഫോണുകൾ എൻ്റെ അടുത്തുണ്ട്. ഇത് വിവോ V70 ആണ്. കാർഡ് ഓഫറുകൾക്ക് ശേഷം നിങ്ങൾക്ക് 49,999 രൂപയ്ക്ക് കിട്ടും. ഇത് മോട്ടോ എഡ്ജ് 70 Pro Plus, ഇത് 44,999 രൂപയ്ക്ക് കിട്ടും. ശരിയാണ്, മോട്ടോ എഡ്ജ് 70 Pro Plus വിവോ V70 വെച്ച് നോക്കുമ്പോൾ 5,000 രൂപ കുറവാണ്. അപ്പോൾ ആ ഒരു കുറവിന് എന്തൊക്കെ വിട്ടുവീഴ്ചകളാണ് ഉള്ളത് ആൻഡ് ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ഏറ്റവും നല്ലത് നോക്കാം. കാരണം രണ്ടിനും പ്രോസസ്സർ ഒഴികെ ബാക്കി എല്ലാം സിമിലർ ആണ്. രണ്ട് പെട്ടെന്ന് നോക്കി ഏകദേശം ഒരേ കളർ പോലെ ഉണ്ടല്ലേ. ഡിസൈൻ വൈസ് മോട്ടോറോളയുടെ ഈ ഒരു ഫോൺ കണ്ടു, അവരുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് സിൻഫാൻഡൽ, പാൻറ്റോൺ സിൻഫാൻഡൽ എന്ന കളറാണ് പറയുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടു, നിങ്ങൾക്ക് ഒരു സാറ്റിൻ ഫിനിഷ് വരുന്നുണ്ട്. അതേപോലെ ആ ഒരു ക്യാമറ മൊഡ്യൂളിന് ചുറ്റുമുള്ള ഒരു ആക്സെന്റ് തിളങ്ങുന്നൊക്കെ നല്ല രസമുണ്ട്. ഫോൺ വളരെ സ്ലിം ആണ്. നോക്കിയാൽ 7.19 മില്ലിമീറ്റർ മാത്രമേ തിക്നെസ് ഉള്ളൂ. 190 ഗ്രാമിന് താഴെ മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ആൻഡ് ഇതിന്റെ ആ ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയും ബാക്ക് സൈഡും എല്ലാം കർവ്ഡ് ആയതുകൊണ്ട് സൈഡിൽ നോക്കുമ്പോൾ വളരെ സ്ലിം ആയിട്ടുള്ള ഫോണായിട്ടാണ് തോന്നുന്നത്. രസം എന്താ വെച്ചാൽ ഇത് 3 കളറിൽ വരണ്ടല്ലോ. ഈ കളർ കൂടാതെ വരുന്ന ഓരോ കളറുകളുടെയും ബാക്ക് സൈഡിലെ മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്. വിവോ V70 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചെറിയ ഫോണാണ്. ബോക്സി ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്ലാബ് ഡിസൈൻ, ഫ്രണ്ടിലും ഗ്ലാസ് ആണ്, ബാക്കിലും ഗ്ലാസ് ആണ്. ആൻഡ് ഇതിന്റെ ഫ്രെയിം മെറ്റാലിക് ആട്ടോ. മോട്ടോറോളുടെ ഫ്രെയിം പ്ലാസ്റ്റിക് ആയിരുന്നു. പക്ഷേ രണ്ടും സൈഡ് ബൈ സൈഡ് നോക്കുമ്പോണ്ടല്ലോ ഇതിന് ഭയങ്കര തിക്നെസ് തോന്നിക്കുന്നുണ്ട് കമ്പയർ ടു മോട്ടോ. സോ ഡിസൈൻ ഏതാണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടി വരും. കാരണം രണ്ടിന്റെയും ഡിസൈൻ പ്രീമിയം ആണ്, രണ്ടും കാണാൻ ഭംഗിയുണ്ട്, രണ്ടിന്റെ കളറും കൊള്ളാം. എന്നാൽ ഡ്യൂറബിലിറ്റി വൈസ് രണ്ടിനെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 7i ആണ്. പക്ഷേ IP68, IP69 റേറ്റിംഗ് രണ്ടിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ മോട്ടോറോളയിൽ മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡ് MIL 810H ആ ഒരു സർട്ടിഫിക്കേഷനും കൂടെയുണ്ട്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ് രണ്ടിലുണ്ട്. ലെഫ്റ്റിൽ മോട്ടോറോളയിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടൊരു AI കീ ഉണ്ട്. രണ്ടിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. രണ്ടിലെ സാമ്പിൾ കേൾക്കാം. ഇവിടെ മോട്ടോറോളയുടെ സൗണ്ട് കുറച്ചുകൂടി ഒരു ഡെപ്ത് തോന്നിക്കുന്നുണ്ട് ആൻഡ് കുറച്ചുകൂടി ഈക്വലി ബാലൻസ്ഡ് ആണ്. ബിക്കോസ് ഇതിനകത്ത് ഡോൾബി അറ്റ്മോസിന്റെ ആ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് വിവോയിൽ ഇല്ല. എന്നാൽ ഫിംഗർ പ്രിന്റ് സ്കാനർ രണ്ടും 2 ടൈപ്പാണ്. മോട്ടോയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്, അത്യാവശ്യം താഴെയാണ്. വിവോയിൽ നിങ്ങൾക്ക് ഒരു അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ കുറച്ചുകൂടി മുകളിൽ കൊടുത്തിട്ടുണ്ട്. കമ്പയർ ടു രണ്ടും നോക്കുമ്പോൾ അൾട്രാസോണിക് ആണ് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് അൺലോക്ക് ആവുന്നത്. എന്നാൽ ഡിസ്പ്ലേ മോട്ടോറോളയുടെ ഒരു വലിയ 6.8 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള പാൻറ്റോൺ വാലിഡേറ്റഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ്. അതും 144 Hz വരെ പോകും. 144 Hz വരെ എന്ന് പറയാൻ കാരണം സിസ്റ്റം UIയിലൊക്കെ 120 Hz ആയിരിക്കും കിട്ടുന്നത്. ചില ഗെയിമുകളിൽ നിങ്ങൾക്ക് 144 Hz കളിക്കാം. പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് എനിക്ക് തോന്നിയത്. 5200 നിറ്റ്സിന്റെ HDR ബ്രൈറ്റ്നസ് ഉണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിലൊന്നും വിസിബിലിറ്റിക്ക് ഒരു കുഴപ്പമില്ല. ആൻഡ് ഓൾസോ സ്മാർട്ട് വാട്ടർ ടച്ച് 3.0, കയ്യിൽ വെള്ളം ഉണ്ടെങ്കിലും വർക്ക് ചെയ്യും. മോട്ടോറോളയുടെ പിന്നെ ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ബെസൽസ് ഭയങ്കര സ്ലിം ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു എഡ്ജ് ടു എഡ്ജ് ഫീൽ വരുന്നുണ്ട്. വിവോന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെയും ബെസൽസ് അത്യാവശ്യം ചെറുതാണ്. ആക്ച്വലി സ്ക്രീൻ തന്നെ ചെറുതാണ്. 6.59 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള ഒരു LTPS AMOLED പാനലാണ്. ഇത് 120 Hz വരെയാണ് പോകുന്നത്. ആൻഡ് ഇതിന്റെ 5000 നിറ്റ്സ് ആണ് പീക്ക് HDR ബ്രൈറ്റ്നസ് വരുന്നത്. ഇതും ഡയറക്റ്റ് സൺലൈറ്റിൽ കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് മോട്ടോറോളയിൽ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും തോന്നുന്നുണ്ട്. രണ്ട് ഡിസ്പ്ലേസും നല്ലതാണ്, കാണാനായിട്ടൊന്നും പറയാനില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും HDR വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്ക് മോട്ടോറോളയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫോൺ ഉപയോഗിക്കുന്ന സമയത്തുള്ള ഹാപ്റ്റിക്സ് മോട്ടോറോള ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. വിവോൻ്റെയും അത്യാവശ്യം ഹാപ്റ്റിക്സ് നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പോലത്തെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഇങ്ങനെ ടിക് 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 എന്ന പോലത്തെ ഒരു വൈബ്രേഷൻ ആണ്. ഇനി സർപ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിയാണ് 5000 രൂപ ഇതിന് കുറവാണെങ്കിലും പെർഫോമൻസ് വൈസ് രണ്ടിലും LPDDR5X റാം, രണ്ടിലും UFS 4.1 സ്റ്റോറേജ്. മോട്ടോ ഒറ്റ വേരിയന്റിൽ 12GB റാമും 256 വരുന്നത്. വിവോ നിങ്ങൾക്ക് 8GBയും 12GB റാമും ഉണ്ട്, 256GB സ്റ്റോറേജ്. എന്നാൽ മോട്ടോറോളയിൽ ഡിമെൻസിറ്റി 8500 എക്സ്ട്രീം ചിപ്സെറ്റ് ആണ്. വിവോയിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ്. എന്നാൽ അൺടുഡു സ്കോർ കണ്ടറിയാം, എളുപ്പത്തിൽ മോട്ടോറോള വിവോനെ തോൽപ്പിക്കുന്നുണ്ട്. നല്ല അൺടുഡു സ്കോർസ് മോട്ടോറോളയ്ക്ക് പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 മില്യൺ വരെയൊക്കെ എത്തുന്നുണ്ട്. എന്നാൽ അതിലും രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, രണ്ടിലും അൺടുഡു റൺ ചെയ്യുന്ന സമയത്ത് മോട്ടോറോള കുറച്ചുകൂടി കൂളറാണ്. അവിടെ ടെമ്പറേച്ചർ കാണാനായിട്ട് പറ്റുന്നുണ്ട് കമ്പയർ ടു വിവോ. യെസ്, ബിക്കോസ് ഇതിനകത്ത് കുറച്ചുകൂടി വലിയ വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും എളുപ്പത്തിൽ ഗെയിം കളിക്കാനായിട്ട് പറ്റും. പക്ഷേ ഡെഫിനറ്റ്ലി പെർഫോമൻസിൽ മുന്നിൽ നിൽക്കുന്നത് മോട്ടോ തന്നെയാണ്. ഈവൻ ചില ഗെയിംസ് 144 FPS കളിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, മോട്ടോറോള കുറച്ചുകൂടി സ്ലിം ആയിട്ട് തോന്നുന്നുണ്ട്, വിവോ കുറച്ചുകൂടി ബൾക്കി ആയിട്ട് തോന്നുന്നുണ്ടെന്ന്. എന്നാൽ രണ്ടിലും സെയിം ബാറ്ററി കപ്പാസിറ്റിയാണ്. 6500 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് രണ്ടിലും വരുന്നത്. ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങും സെയിം ആണ്. മോട്ടോയിൽ നിങ്ങൾക്ക് 90 വാട്ടിന്റെ
ടർബോ പവർ ചാർജർ, വിവോയിൽ നിങ്ങൾക്ക് 90 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജർ. ബട്ട് മോട്ടോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടർബോ പവർ എന്ന് പറയുന്ന 90 വാട്ട് PD ചാർജറാണ്. അതുകൊണ്ട് ഫോൺ മാത്രമല്ല നിങ്ങൾക്ക് യൂണിവേഴ്സലായിട്ട് എന്ത് ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ PD വേറെ ചാർജർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഫാസ്റ്റ് ചാർജ് ചെയ്യാം. വിവോൻ്റെ PD ചാർജറല്ല, പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ചാർജർ ആയതുകൊണ്ട് ആ സെയിം ചാർജർ ഉപയോഗിച്ചാൽ മാത്രമേ ഫാസ്റ്റ് ചാർജ് ആവുള്ളൂ. എന്നാൽ വിവോയിൽ ഗ്ലാസ് ബാക്ക് ആയിട്ടും കൊടുക്കാത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് ആണ്. അതില്ല. മോട്ടോയിൽ നിങ്ങൾക്ക് 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഉണ്ട്. ഈവൻ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ചെയ്യാം. ഇപ്പോൾ പെർഫോമൻസ് വൈസ് ഡെഫിനറ്റ്ലി മോട്ടോ മുന്നിലാണ്. എന്നാൽ വിവോ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ക്യാമറാസ് ആണ്. ബിക്കോസ് സൈസ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉള്ളതുകൊണ്ട്. കാരണം സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുവാണെങ്കിൽ എന്താ, മോട്ടോറോളയിൽ നിങ്ങൾക്ക് പ്രൈമറി ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലിലെ സോണി ലിറ്റിയ 710 സെൻസറാണ്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് 50 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ക്യാമറ, അതിൽ ഓട്ടോ ഫോക്കസ് ഉണ്ട്, അതിൽ തന്നെ മാക്രോ എടുക്കാം. കൂടെ 50 മെഗാ പിക്സലിൽ 3.5x പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ. വിവോയിൽ നിങ്ങൾക്ക് 50 MP സോണി LYT 700V സെൻസറാണ്. 50 മെഗാ പിക്സലിന്റെ 3x സൈസിന്റെ ടെലിഫോട്ടോ ലെൻസും ഉണ്ട്. ആൻഡ് കൂടെ ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. പക്ഷേ രണ്ടിന്റെ സെൽഫി ക്യാമറ 50 തന്നെയാണ്. രണ്ടിന്റെ ഫോട്ടോ സാമ്പിൾസ് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ടിന് രണ്ട് ടൈപ്പ് ഓഫ് സിഗ്നേച്ചറാണ്. എനിക്കോട് മോട്ടോ കുറച്ചുകൂടി ഒരു റിയൽ ലൈഫുമായിട്ട് സാമ്യത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. വിവോന്റെ കുറച്ചുകൂടി ഒരു പഞ്ചി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറുന്നുണ്ട്. പലപ്പോഴും വിവോയുടെ ഫോട്ടോസ് ഒറ്റ നോട്ടത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ സൂം ചെയ്യുമ്പോൾ ഒരു ഓവർ ഷാർപ്പനിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഞാൻ ഈ ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ട് ഏതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് വിവോ ഇഷ്ടപ്പെട്ടു, ചില ആൾക്കാർക്ക് മോട്ടോ ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് കോൾ. പക്ഷെ ഞാൻ കണ്ട 1-2 ഒബ്സർവേഷൻസ് പറഞ്ഞുതരാം. അൾട്രാ വൈഡ് ക്യാമറയിൽ ഡെഫിനറ്റ്ലി മോട്ടോറോള തന്നെയാണ് ബെറ്റർ. 50 മെഗാ പിക്സൽ ലാർജർ സെൻസർ ഉണ്ട്. ഈ ബേസ്മെൻ്റ് ഒക്കെ ഫോട്ടോ ഉണ്ട് കഴിഞ്ഞാൽ അതിനകത്ത് കാർ കിടപ്പുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മോട്ടോയിൽ കാണുന്നുണ്ട്. ഇനി ഡയറക്റ്റ് സൺലൈറ്റിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് HDR മാനേജ്മെൻറ്റും മോട്ടോറോളയിൽ തന്നെയാണ് ബെറ്റർ. എന്നാൽ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് വിവോയിൽ പലപ്പോഴും എക്സ്ട്രാ ആയിട്ടൊന്ന് AI ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് കമ്പയർ ടു മോട്ടോറോള. എന്നാൽ ഭയങ്കരമായിട്ട് സൂം ചെയ്യുന്ന സമയത്ത് രണ്ടും AI ഉപയോഗിക്കുന്നുണ്ട്. ഇനി പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യം വരുമ്പോൾ യെസ്, സൈസുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ബൊക്കെ മോഡുകൾ നിങ്ങൾക്ക് വിവോയിൽ ലഭിക്കുന്നുണ്ട്. ആ ഒരു ലെൻസ് കിറ്റിൻ്റെ പരിപാടി മോട്ടോറോളയിൽ കിട്ടുന്നില്ല. ബട്ട് നോർമലി എടുക്കുന്ന പോർട്രേറ്റ്സ് രണ്ടിലും നല്ലത് തന്നെയാണ്. സ്കിൻ ടോൺസ് എനിക്ക് കുറച്ചുകൂടി വിവോയിലാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ക്ലാരിറ്റിയും അതേപോലെ ലൈറ്റിങ്ങും HDR മാനേജ്മെൻറ്റും എനിക്ക് മോട്ടോറോളയിലാണ് ഇഷ്ടപ്പെട്ടത്. സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് കോൾ രണ്ടും നമ്മൾ ചൂസ് ചെയ്യാൻ. രണ്ടിൻ്റെ സെൽഫീസ് നല്ലത് തന്നെയാണ് കേട്ടോ, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. എന്നാൽ വീഡിയോ സെക്ഷനിൽ വരുന്ന സമയത്ത് എന്താണെന്നറിയില്ല, വിവോയിൽ നമ്മൾ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ 4K 60 FPS രണ്ടിലും എടുക്കാം. ആ എടുക്കുന്ന സമയത്ത് പ്രിവ്യൂവിൽ വിവോയിൽ ഫ്രെയിംസ് ഇങ്ങനെ ഡ്രോപ്പ് ആവും. പക്ഷേ വീഡിയോയിൽ അത് ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് കാണുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടായിരുന്നു. ആൻഡ് ഓൾസോ എനിക്ക് കുറച്ചുകൂടി നല്ല വീഡിയോസ് ആയിട്ട് മോട്ടോറോള തന്നെയാണ് തോന്നിയത്. സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലായാലും ആ ഒരു ലൈറ്റും HDR മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ. ഇനി മോട്ടോറോളയിലുള്ള ഗുണം എന്താ വെച്ചാൽ 3 50 മെഗാ പിക്സൽ ക്യാമറ ആയതുകൊണ്ട്, 4 50 മെഗാ പിക്സൽ ആയതുകൊണ്ട് എല്ലാത്തിലും 4K 60 FPS വീഡിയോ എടുക്കാം. വിവോൻ്റെ അൾട്രാ വൈഡ് ക്യാമറയിൽ നിങ്ങൾക്ക് 1080p 30 FPS മാത്രമാണ് എടുക്കാനായിട്ട് പറ്റുന്നത്. സെൽഫി വീഡിയോസിലും എനിക്ക് മോട്ടോറോളയുടെ ആ ഒരു HDR പ്രോസസ്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം പുറകിൽ കാർമേഘം ഉണ്ട്, അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മോട്ടോയിൽ കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്റ്റെബിലിറ്റി ഉണ്ട് ഫ്രണ്ട് ക്യാമറയ്ക്ക് കമ്പയർഡ് ടു വിവോ. അപ്പോൾ ആ ഒരു വിവോൻ്റെ സയസിൻ്റെ ഒരു ബൊക്കെ പോർട്രേറ്റ് കിറ്റും പിന്നെ കുറച്ചുകൂടി ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഷാർപ്പനായിട്ടുള്ള ഒരു പഞ്ചി വിവിഡ് ഫോട്ടോസാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിവോ ഇഷ്ടപ്പെടും. കുറച്ചുകൂടി ഒരു നാച്ചുറൽ ആയിട്ടുള്ള എന്താ പറയുക, ഇപ്പോൾ ഉച്ചയ്ക്ക് വെയിലത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു വാം ടോൺ വരണ്ടേ, ആ ഒരു വാം ടോൺ മോട്ടോയിൽ വരുന്നുണ്ട്, വിവോയിൽ വരുന്നില്ല. അപ്പോൾ ഒരു ട്രൂ ടു ലൈഫ് ആയിട്ടുള്ള ഫോട്ടോസാണ് മോട്ടോറോളയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് എസ്പെഷ്യലി വീഡിയോസ് എടുക്കാനാണ് നിങ്ങൾ ഫോൺ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ യെസ് മോട്ടോറോളയാണ് ബെറ്റർ. ഇനി ആ ഒരു കാര്യം സജ്ജ പോർട്രേറ്റ് എടുക്കുമ്പോൾ രണ്ടിൽ നിങ്ങൾക്ക് 85mm വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ. എന്നാൽ മോട്ടോറോളയിൽ കുറച്ചുകൂടി എനിക്ക് അടുത്ത് നിന്ന് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. വിവോയിൽ ആ സെയിം ഡിസ്റ്റൻസിൽ എടുക്കുമ്പോഴത്തേക്ക് അത് ഫോക്കസ് ആവാത്ത പോലെ തോന്നുന്നുണ്ട്. ഒരു സാമ്പിൾ ഞാൻ കാണിച്ചില്ല, കുറച്ചുകൂടി പുറകിൽ നിന്നാലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മിനിമം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കുറച്ച് കൂടുതലാണ്. മോട്ടോ റൺ ചെയ്യുന്നത് ഹലോ UIയിലാണ്, ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള. ആൻഡ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ടിപ്പിക്കൽ നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. കുറച്ച് പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് കണ്ടു, ലൈക്ക് ഇപ്പോൾ എന്താ പറയുക ഗെയിംസിൻ്റെ ഒക്കെ ഫോൾഡർ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഡിസേബിൾ ചെയ്ത് കളയാൻ പറ്റും. ഈവൻ ഇൻഡസ് ആപ്പ് സ്റ്റോർ വരെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാം. ഈവൻ സോഫ്റ്റ്വെയറും മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഒരു ചെറിയ മൈക്രോ ജിറ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്, കുറച്ചുകൂടി സ്മൂത്തർ ആയിട്ടുണ്ട്. ഈവൻ ഇവരുടെ AI ഇംപ്ലിമെൻറ്റേഷനും കൊള്ളാം. ആ ഒരു AI കീ നമ്മൾ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, എന്താ പറയുക നെക്സ്റ്റ് മൂവ് പ്രഡിക്റ്റ് ചെയ്യുക, അതായത് അടുത്തത് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്ത് വെക്കുക, റിമെമ്പർ ദിസ് പറഞ്ഞ് ഓർത്ത് വെക്കുക, അത് റീകോൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാച്ച് മീ അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്മറൈസ് ചെയ്തെടുക്കുക. പിന്നെ അല്ലാത്ത സ്കെച്ച് ടു ഇമേജ്, ടെക്സ്റ്റ് ടു സ്റ്റിക്കർ. സ്കെച്ച് ടു ഇമേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആക്ച്വലി ഈ ഫോണിൻ്റെ ഒപ്പം ഉണ്ടല്ലോ മോട്ടോറോള സ്റ്റൈലസ് ഇറക്കുന്നുണ്ട്. മോട്ടോ പെൻ അൾട്ര എന്നുള്ള പേരിലാണ് ഇറക്കുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ നിറഞ്ഞിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിൻ്റെ ഒപ്പം മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. അത് നിങ്ങൾക്ക് ഇങ്ങനെ
ഇങ്ങനെ വരയ്ക്കുക. നല്ല സ്ക്രീൻ വലുതായതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വിവോയിൽ നിങ്ങൾക്ക് ഒറിജിൻ OS 6 വരുന്നത്, ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള. ആൻഡ് യെസ്, ഒറിജിൻ OSന് അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സും ഗുണങ്ങളും ഉണ്ട്. എന്നാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒറിജിൻ OSലെ കാര്യം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് കുറേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതും ആ ഒരു ആപ്പ് സ്റ്റോർ എടുത്ത് കളയാൻ പറ്റില്ല എന്നുള്ളതുമാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ മറ്റേ ആ ഒരു ഒറിജിൻ ഐലൻഡിൽ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് മേളിൽ ഐലൻഡിൽ പോകുന്ന സമയത്ത് ആ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരമായിട്ട് വിവോയിൽ അവർ ക്യാമറയ്ക്കകത്തുള്ള ആ ഒരു പരിപാടികളൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തേക്കണം. അല്ലാതെ മോട്ടോ AI 2.0 പോലത്തെ ഉള്ള പരിപാടികൾ ഇതിനകത്തില്ല. എന്നാൽ വിവോയിൽ നിങ്ങൾക്ക് 4 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പ്രോമിസ് ചെയ്യുന്നുണ്ട്. മോട്ടോയിൽ നിങ്ങൾക്ക് 1 കൊല്ലം കുറവാണ്, 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ആണ് കിട്ടുന്നത്. സോ ഡിഫിക്കൽട്ടാണ് 2 ഫോണിൽ നിന്ന് ഒരു ഫോൺ പിക്ക് ചെയ്യാൻ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, V70 പ്രൈസ് ആക്ച്വലി കൂടി. പല ഫോണുകളുടെയും പ്രൈസ് കൂടുന്നുണ്ട്. V70 പ്രൈസ് കൂടി. ഇപ്പം 12256 ഞാൻ രണ്ടിനും പ്രൈസ് നോക്കിയപ്പോഴാണ് കാർഡ് ഓഫറൊക്കെ വെച്ച് നിങ്ങൾക്ക് 50 രൂപയ്ക്ക് താഴെ കൊണ്ടുവരാൻ പറ്റും. 49,999. ഇതും കാർഡ് ഓഫർ വെച്ച് നിങ്ങൾക്ക് 44,999 കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഈ 2 ഫോണിലും പ്രൈസ് പോയിന്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഫോണ്, ഈ പൈസയ്ക്ക് ഏറ്റവും വെർത്തായിട്ട് തോന്നുന്ന ഒരു ഫോണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി മോട്ടോ എഡ്ജ് 70 Pro Plus തന്നെയാണ്. അതിന് ഇത്തവണത്തെ ഒഫീഷ്യൽ ഫിഫ പാർട്ണറൊക്കെയാണെന്ന് തോന്നുന്നു. മോട്ടോ കണ്ടില്ലേ, ബോക്സിൽ ഒരു ഫിഫയുടെ സാധനം കിട്ടിയിട്ടുണ്ട്. സോ അത്രയുള്ള വീഡിയോ നിങ്ങളുടെ കൺഫ്യൂഷൻ ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Until next time, bye bye.